ആദ്യം തന്നെ എൻ്റെ ഇന്ത്യയിലെ എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ പ്രതിജ്ഞ ചെല്ലുന്നത് തന്നെ അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഒരു യുദ്ധമാണോ അതോ അതിനു മുമ്പുള്ള പുറപ്പാടാണോ എന്നൊന്നും അറിയില്ല. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ സമയത്ത് ഈ ഒരു കാര്യത്തെ പോലും നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പട്ടാളക്കാർ, നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ നമ്മളുടെ ഇന്ത്യയുടെ മാനം കാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ സംരക്ഷണം നൽകിക്കൊണ്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. ആ സമയത്തെങ്കിലും ദയവായി അനാവശ്യമായിട്ടുള്ള ചർച്ചകളോ, ഈ ചർച്ചകൾ എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാര്യങ്ങൾ വഷളാക്കുക, പിന്നെന്താണ് ഫേക്കായിട്ടുള്ള ന്യൂസുകൾ പറയുക, ഇത്തരത്തിലുള്ള മുതലെടുപ്പുകൾ ഈ സമയത്ത് നടക്കാതിരിക്കുക. പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ഈ ഒരു രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. അത് പത്രം തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ ന്യൂസുകൾ, അതിനെതിരെ എല്ലാവരും ജാഗ്രത പുലർത്തണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഒരുത്തൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ കഥ, അത് വേറൊരു മുതലെടുപ്പ്. ഇപ്പം വേണ്ട വന്നിരിക്കുക സ്വന്തം നാട്, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട്, നമ്മുടെ സ്വന്തം ഇന്ത്യ അല്ലേ. ഈ സമയത്ത് നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥനയുമായിട്ടിരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നമ്മുടെ ഒന്നാലോചിച്ച് നോക്കി, എത്ര പേരിപ്പോൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഓരോ പട്ടാളക്കാരും എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുന്നതെന്ന് ഓർത്തോർത്തിരിക്കുകയാണ്. ഊണും ഉറക്കവും പോലും ഇല്ല എന്ന് പറയാം. നമുക്കറിയില്ല എന്തൊക്കെയാണ് അതിർത്തിയിൽ നടക്കുന്നതെന്ന്. പത്രങ്ങളിൽ ടി വിയിലും പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. ചില കാര്യങ്ങൾ അതീവ രഹസ്യമായിട്ടും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് കുറേ വ്യൂസ് കൂട്ടാനും കുറേ ആളുകൾ ചാനൽ കാണാൻ വേണ്ടിയിട്ടും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ ഇന്ത്യ, നമ്മുടെ ജന്മഭൂമി അല്ലേ. നമ്മൾ എത്രയോ പാട്ടുകൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച്, നമ്മുടെ ജന്മഭൂമിയെക്കുറിച്ചിട്ടുള്ള. നമ്മൾ നമ്മുടെ അമ്മ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ജനിച്ചു വീണ ഈ ഇന്ത്യ എന്ന മഹത്തായ ഒരു രാജ്യം, അതേപോലെ തന്നെ നമ്മൾക്ക് ജന്മം നൽകി നമ്മുടെ സ്വന്തം അമ്മ. എല്ലാവർക്കും അമ്മമാരുണ്ടല്ലേ, എല്ലാവർക്കും അച്ഛനും അമ്മയും ഉണ്ട്. നമ്മളെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അമ്മ, അതേപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യവും. നമ്മൾ ഈ ഭൂമിയിലേക്ക് വീണിരിക്കുന്നു. അത് നമ്മൾ ഏത് രാജ്യത്താണ് ജനിച്ചത്? നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് നമുക്ക്, ആ മണ്ണിലാണ് നമ്മൾ പിച്ച വെച്ച് നടക്കുന്നത് അല്ലേ. പിന്നീട് നമ്മൾ ഓടി നടക്കുന്നത്, അവിടെയാണ് നമ്മൾ പഠിച്ച് വളരുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് നമുക്ക് വരുമാനമായി നമ്മൾ ജീവിക്കുന്നു. ഇതെല്ലാം തന്നെയും നമുക്ക് നേടിത്തന്നതും നമുക്ക് ആ ഒരു സുരക്ഷിതത്വം തന്നതും ഒരുപാട് ആളുകളുടെ പ്രയത്നം കൂടിയാണ്. കാരണം നമ്മളൊന്നും അറിയുന്നില്ല. ഇപ്പം നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള കാർഗിൽ യുദ്ധം അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ മാത്രമാണ് നമ്മളൊന്ന് യുദ്ധം എന്നതിനെക്കുറിച്ചുള്ളൊരു ഇത് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ സുരക്ഷിതത്വം നമ്മുടെ സുരക്ഷയെക്കുറിച്ചൊന്ന് ഓർക്കുന്നത്. നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. നമ്മുടെ പട്ടാളത്തെയും നമ്മുടെ രാജ്യത്തെയും അതുപോലെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ളൊരു യുദ്ധ സാഹചര്യം വരുമ്പോൾ നമ്മളൊന്ന് ഓർക്കും നമ്മുടെ സുരക്ഷയെക്കുറിച്ച് അല്ലേ, സ്വയം ഒന്ന് ഓർക്കും. അപ്പോഴെല്ലാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാവൽ നിൽക്കുന്ന ഒരുപാട് ജീവനുകളുണ്ട്.
അല്ലേ? അവരങ്ങനെ ഒരു കാര്യം, മഹത്തായ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ കൂടെ പറയുകയും എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇത് കണ്ടിട്ട് എനിക്ക് കുറേ വ്യൂസ് കൂടും, എനിക്ക് കുറേ കോടികൾ സമ്പാദിക്കാം എന്ന ദുരുദ്ദേശത്തോടു കൂടി ഇരിക്കുന്ന കുറേ ആളുകളുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളിലൂടെ കാശുണ്ടാക്കാനായിട്ട് ഇരിക്കുന്ന എല്ലാ അക്കൗണ്ടുകളും അങ്ങോട്ട് ഫ്രീസ് ചെയ്യുകയോ എടുത്ത് മാറ്റുകയോ ചെയ്യും. അത് പക്ഷെ നമുക്ക് കഴിയാത്ത കാര്യമാണ്. അത് യൂട്യൂബിന് മാത്രമേ കഴിയുള്ളൂ അല്ലേ? പക്ഷേ ഇന്ത്യക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സ്ട്രിക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി മേലാൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ സംസാരങ്ങളോ ന്യൂസുകളോ ഒന്നും കൊടുക്കാൻ പാടില്ല. കാരണം എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയല്ല. ഇപ്പോൾ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ അതുപോലെ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. ചിലരെന്ത് ചെയ്യും, ഒരു സംശയം തോന്നും, അവർ മറ്റെവിടെയെങ്കിലും തിരക്കും. ചിലരെന്ത് ചെയ്യും, അത് കള്ളമാണെന്ന് ഉറപ്പിക്കും, അവരത് മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ആദ്യം പറഞ്ഞ ആ ഒരു വിഭാഗം ആളുകൾ മതി മറ്റു പലരുടെയും മനസ്സിൽ ഒരു സംശയം ഉളവാക്കി മാറ്റാനായിട്ട്. അവർക്ക് എന്തെങ്കിലും എവിടുന്നെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും പിന്നെന്താണ്, അത് ഉടനെ തന്നെ 10 പേരോട് പറയും. ചിലപ്പം ഈ നമ്മൾ വീട്ടിൽ നിന്ന് കേൾക്കുന്ന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനൊരു ന്യൂസുണ്ട്, സത്യമാണ്. അപ്പോൾ കേൾക്കുന്നവരെന്താണ് മനസ്സിലാക്കുന്നത്, ഇയാൾ പറഞ്ഞത് എവിടെന്നെങ്കിലും വാർത്തയ്ക്കകത്തുനിന്നായിരിക്കും, ശരിയായിരിക്കുമെന്ന് കരുതും. അങ്ങനെയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ സ്പ്രെഡായി പോകുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു ആൾക്കാർക്ക് ടെൻഷൻ, BP കൂടുന്നു. പിന്നെ വലിയൊരു വിഭാഗം ആളുകളുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയുമായി കാത്തിരിക്കുന്നത്. അതായത് ഈ അതിർത്തിയിൽ നമുക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന ആ പട്ടാളക്കാരുടെ വീട്ടുകാർ, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അനിയത്തി, അനിയൻ, പിന്നെ വിവാഹം കഴിച്ചിട്ടുള്ളതാണെങ്കിൽ ഭാര്യ, കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം ഈ വാർത്തകൾ കേൾക്കുമ്പോൾ എങ്ങനെ അവർക്ക് മനസ്സമാധാനത്തോടെ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ. ദുഷ്ടരായ മനുഷ്യരെ, ഇങ്ങനെയുള്ള ന്യൂസുകൾ നിങ്ങൾ വ്യൂസിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇത് കേട്ടിട്ട് അല്ലെങ്കിൽ ഇതറിഞ്ഞിട്ട് മനസ്സ് നുറുങ്ങി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ വേദനയ്ക്ക് പകരമാകുമോ നിങ്ങൾക്ക് കിട്ടുന്ന കുറേ പണം? എന്തിനാണ്? നേരായ മാർഗത്തിലൂടെ സമ്പാദിക്കൂ, എന്നിട്ട് ആ പണം കൊണ്ട് നിങ്ങൾ ജീവിക്കൂ. അതിനൊരു അന്തസ്സുണ്ട് അല്ലേ? അല്ലാതെ ഏത് രീതിയിലും എങ്ങനെ എന്ത് ചെയ്തിട്ടായാലും ആരെ വിഷമിപ്പിച്ചിട്ടായാലും എനിക്ക് പണം വേണം, അതുകൊണ്ട് സുഖമായി ജീവിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഏറ്റവും മോശമായ തരത്തിൽ, തരം താണ തരത്തിലുള്ള കാര്യമാണത് അല്ലേ? അപ്പം നമുക്ക് പുതിയ കുറേ കമൻസുകൾ വരുന്നുണ്ട്, നല്ല കമൻറ്റുകൾ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ പറയുന്നത് ശരിയാണെന്ന് എൻ്റെ അഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ എൻ്റെ ചുറ്റിലും ഉണ്ട് എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നീ പറഞ്ഞത് ശരിയാണ് എന്ന് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടല്ലോ, അത് മതി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് കേൾക്കേണ്ടവർ കേൾക്കും, ചെയ്യേണ്ടത് ചെയ്യും. അതാണ് നമ്മുടെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതിന് ഞാനൊരു ചെറിയ കാര്യം കൂടി പറയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറയുമ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവർക്കറിയില്ല, ഞാൻ കുഞ്ഞുമായിട്ട് നടക്കാനിറങ്ങുന്ന സമയത്ത് അവിടെ ഒരു പുളിയുണ്ട്, ഒരു പിള്ളേർ കളിക്കുന്ന സ്ഥലത്ത്. ആ പുളിയിൽ ഒരു കുല തേങ്ങ, ഒരു കുല എന്നൊരു 4 തേങ്ങയാണ്. അത് കൊലയോടുകൂടി എന്ന് വെച്ചാൽ നല്ല പൊക്കമുള്ള തെങ്ങാണ്. അതിൽ കയറുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് ആർക്കും അതിൽ കയറുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, ഒരുപാട് പൊക്കമാണ്. അപ്പോൾ അതിൽ നിന്ന് ആ കൊലയോടുകൂടി അടന്നിട്ട് ഈ പുളിയിൽ വന്ന് തങ്ങി നിൽക്കുകയാണ് 4 തേങ്ങയുമായിട്ട്.
ഞാൻ ഒരുപാട് നാളുകൊണ്ട് കാണുന്നുണ്ട്, ആ വീട്ടിലുള്ളവരോടും പറയുന്നുണ്ട്. പക്ഷേ ഈ തങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇത് എടുത്തുകൊണ്ട് വരാൻ ഉണങ്ങിയതായതുകൊണ്ട് ആ ഒരു എന്താണ് അവർക്ക് അതിനുള്ള ടൈം കിട്ടിയില്ലേ. അതിനുശേഷം ഞങ്ങൾ പല രീതിയിലും ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ, ഞങ്ങളെന്നല്ല ഞാനും പിള്ളേരും എല്ലാവരും കൂടെ പല രീതിയിൽ അത് നോക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് നന്നായിട്ട് ഉടക്കിയിരിക്കണം, വരുന്നില്ല. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇത് എന്ത് പുളിയാന്ന് വെച്ചാൽ കുടംപുളി അറിയാമല്ലോ, അതാണ് ഉണ്ടപ്പുളിയില്ലേ, നമ്മളത് പൊട്ടിച്ചിട്ട് അതിനകത്തൊരു കുരുവുണ്ട് അത്. അപ്പം അതവിടെ കുറേ പഴുത്ത് നിൽപ്പുണ്ട്. അപ്പം എല്ലാവർക്കും അതിനകത്തെ ആ കുരു കഴിക്കണമെന്നുണ്ട്. അത് നമ്മുടെ അറിയാൻ വയ്യാത്തവർക്ക് കുറേ റംബുട്ടാൻ പോലെ ഇരിക്കുന്ന, റംബുട്ടാനകത്ത് തോട് പൊട്ടിക്കുമ്പോൾ കാണുന്ന ആ ഒരു കുരുവില്ലേ, അതേപോലെ. അപ്പോൾ അത് നമ്മൾ വായിലിട്ട് അലുത്തിട്ട് തുപ്പിക്കളയല്ലേ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ കുരു, പുള്ളിയുടെ അകത്തെ. അത് നമ്മളിങ്ങനെ കഴിച്ചിട്ട് കുരു തുപ്പിക്കളയണം, അങ്ങനെയാണ്. അപ്പം നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വേണം. അങ്ങനെ ആ വീട്ടിൽ പോയി പിള്ളേർ തോട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. തോട്ടി എന്ന് പറയുമ്പോൾ അറിയില്ല, മാങ്ങയൊക്കെ പറിച്ചെടുക്കാനുള്ള അതാണ്, എടുത്തുകൊണ്ട് വന്നു. അപ്പം കുട്ടികൾ ശ്രമിച്ചിട്ട് 1-2 പുളിയേ വന്നുള്ളൂ, അവർക്കറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ചെന്ന് അങ്ങനെ ഞങ്ങൾ പുളിയൊക്കെ പറിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ ആ തേങ്ങയും കൂടെ എടുത്തേക്കാം എന്ന് കരുതി ഞാൻ പോയി. അങ്ങനെ ആ തേങ്ങ കുറച്ച് നേരം അങ്ങനെ വലിച്ചൊക്കെ എടുത്തു കഴിഞ്ഞപ്പം താഴെ വീണ്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കൊടുത്ത് പുളിയൊക്കെ കഴിച്ചു, സന്തോഷം. എന്നിട്ട് ഞാൻ ആ വീട്ടിൽ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ എത്രയോ പ്രാവശ്യം ചേച്ചിയോടും പറഞ്ഞ് കുട്ടികളോടും പറഞ്ഞ് ഞങ്ങൾ പല രീതിയിൽ ശ്രമിച്ചു നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇന്ന് ഇതാരാണോ കണ്ടിട്ട് പറഞ്ഞത് ആ ആൾ ഞാൻ തന്നെ അതിനെ അവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു. അപ്പം എൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് അതിന് ഭൂമിയിൽ പതിക്കണം എന്ന ഒരു യോഗം ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഞാനത് ആ ചേച്ചിയോട് പറയുന്നത്, അത് എത്ര നാളുകൊണ്ട് അവിടെ അങ്ങനെ കിടക്കുകയാണ്, എത്രയോ ആളുകൾ കണ്ട്, ഇതൊക്കെ രീതിയിൽ കുട്ടികൾ ഞാൻ പറഞ്ഞു. പക്ഷേ അത് ഞാൻ ഒറ്റയ്ക്ക് അതിനെ തട്ടി താഴെ ഇടണമെന്നായിരുന്നു ഒരു യോഗം. ഞാൻ മൂലം ഭൂമിയിൽ പതിക്കാനായിരുന്നു അതിൻ്റെ ഒരു യോഗം, അല്ലെങ്കിൽ എന്നിലൂടെ ആയിരുന്നു അതിന് അങ്ങനത്തെ ഒരു ഇത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കരുതുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ ഇത് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ജീവിതത്തിൽ വരുത്താം എന്ന് കരുതിയാൽ അതെനിക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പം യുദ്ധം ആകുമോ, ഇത് ഏത് രീതിയിൽ പോകുമെന്നൊന്നും അറിയില്ല. പക്ഷെ എപ്പോഴും ഒന്ന് കരുതിയിരിക്കുക. കാരണം നമ്മളെ കേരളം അല്ലെങ്കിൽ ഇന്ത്യയുടെ കുറേയധികം ഭാഗം എന്ന് പറയുമ്പോൾ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ കേരളം എന്ന് പറയുന്നത് തീരപ്രദേശമാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കൊരു എന്താ പറയുക, എപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതുവഴി വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാം. പിന്നെ പാകിസ്ഥാന് ഏറ്റവും അധികം പിന്തുണ ഏത് രീതിയിലും കൊടുക്കാനായിട്ട് നിൽക്കുന്ന രാജ്യമാണ് ചൈന. ചൈനയെക്കുറിച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചൈനയുടെ പേരേ പറയുള്ളൂ. നമ്മളെ ഏറ്റവും കൂടുതൽ കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ അവരുടേതാണ് അല്ലേ. എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയോട് തോന്നുന്നു വെച്ചാൽ, അതായത് ഒരു കാര്യം ചെയ്തെന്ന് പറയണം. അതാണ് ഒരു തൻ്റെ ഇടമെന്ന് പറയുന്നത്. എന്താ, ആളുകളുടെ മുന്നിൽ പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നല്ലവനാണെന്നുള്ള രീതി ജീവിക്കുക, എന്നിട്ട് പിൻവാതിലിലൂടെ എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാവോ ദുഷ്ടശക്തികൾക്ക് അങ്ങനെ ചെയ്യുക. നേപ്പാളിനെയൊക്കെ അവരെങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കുറേ ദുഷ്ടതരങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. പക്ഷേ കമ്മ്യൂണിസം എന്നൊക്കെ പറയാം, പഴയ ഒരു കാലഘട്ടത്തിൻ്റെ കുറേ ഐതിഹ്യങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞു പോകാമെന്നല്ലാതെ ഇപ്പോഴത്തെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ. ദുഷ്ടശക്തികളെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നാൽ അതൊരു വലിയ ശക്തിയായി മാറും
അല്ലേ? അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നൊക്കെ അതിനെക്കുറിച്ചുള്ള ഈ ഓരോ രാജ്യങ്ങളും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, പാകിസ്ഥാൻ, അങ്ങനെയൊക്കെ കുറേ മാപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട് പത്രത്തിൽ. നമ്മളാരും ഭയപ്പെടുകയല്ല വേണ്ടത്, അല്ലേ? അപ്പോൾ ഭയം എന്നുള്ളത് മാറ്റി വയ്ക്കുക. നമ്മൾ ഭയപ്പെട്ടാൽ പലരും അത് കണ്ട് ഭയപ്പെടും, അല്ലേ? പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ധൈര്യത്തോടു കൂടി നിൽക്കുക. ഈ അനാവശ്യമായ പോസ്റ്റുകളും സംഭാഷണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലേ, കമൻ്റ് ഇടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോസ് ഉണ്ടാക്കുകയോ എന്ത് വേണമെന്ന് വെച്ച് ചെയ്യാം. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് പ്രചോദനം നൽകുക, അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാനിപ്പോൾ എല്ലാ ദിവസവും അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. എൻ്റെ മനസ്സിൽ ആ ഒരു സ്ഥാനം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇന്നും വലിയ പ്രായമൊന്നും ഇല്ലാത്ത ആളുകളൊക്കെയാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. നഷ്ടം തന്നെയാണ്. ഒരിക്കലും നമുക്ക് നികത്താനാവാത്ത ഒന്നാണ് ഒരു മരണം മൂലം ഉണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ആരെങ്കിലും ആണെങ്കിലല്ലേ നമുക്ക് കൂടുതൽ വിഷമം തോന്നേണ്ടതുള്ളൂ. പക്ഷേ അത് നമ്മുടെ ആരെങ്കിലും ആണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടം കൊണ്ട് പല കാര്യങ്ങളിലും നമ്മുടെ ചിന്താഗതിയിലും മാറ്റം വരുത്തുവാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ഒറ്റക്കെട്ടാണ്. നമ്മുടെ ഓരോ പട്ടാളക്കാരൻ്റെയും ജീവൻ നമ്മുടെ ജീവന് തുല്യമാണ്. അവർക്ക് ഏത് വിധത്തിലുള്ള സപ്പോർട്ടും നമ്മൾ നൽകും. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഓരോരുത്തരുടെയും പുറകിൽ അണിനിരക്കുകയാണ്, അല്ലേ? നിങ്ങൾ ചെയ്യുന്ന ജോലി അതെത്ര വലിയ ജോലിയാണല്ലേ, ഒരു ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ആ ചേച്ചിക്ക് മറുപടി കൊടുത്തതുപോലെ കുറേ ജീവനുകൾ സംരക്ഷിക്കുക. ആരാണ്, ഡ്രൈവറാണോ എന്ന് ചോദിച്ചതുപോലെ പറയാണ്. അതിലും വലിയ ഒന്നല്ലേ ഇപ്പോൾ അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഒരു ജീവൻ എന്നതിന് അപ്പുറത്തേക്ക് ഒരു രാജ്യത്തെ തന്നെ സംരക്ഷിക്കുന്നത്? പട്ടാളക്കാരല്ലേ, അല്ലേ? അവർ ഓരോ അതിർത്തിയിലും രാപ്പകലില്ലാതെ, അല്ലേ, മാറി നല്ല ആഹാരം, തണുപ്പിൻ്റെയൊക്കെ കാര്യം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ്, ഇല്ലേ? നമുക്ക് സാധാരണ നമ്മുടെ തണുപ്പ് കാലം വരുന്ന സമയത്ത് മൂടിപ്പൊതിച്ച് കിടക്കുന്ന ഒരു രീതി. ആ തണുപ്പ് സമയത്തും അല്ലെങ്കിൽ ആ തണുപ്പിലും ജോലി ചെയ്യുന്ന പട്ടാളക്കാർ, അവർക്കപ്പുറത്തേക്ക് എന്താണ് ഉള്ളത്, അല്ലേ? അവർ ചെയ്യുന്ന ആ ജോലിക്കപ്പുറത്തേക്ക് മഹത്വമുള്ള എന്ത് ജോലിയാണ് വേറെ ഉള്ളത്? ചിന്തിച്ച് നോക്കൂ. അവരുടെ ആവേശം, എത്ര ഭാരമുള്ള തോക്കുകളാണ് അവരുടെ കയ്യിലുള്ളതെന്നറിയോ, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ അവർ ആയുധവുമായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? കാവൽ നിൽക്കുമ്പോൾ അവർ ആയുധം പിടിച്ചിരിക്കുന്ന പൊസിഷൻ എങ്ങനെയാണ്? അത്രയും ഭാരമുള്ളൊരു വസ്തു തന്നെയല്ലേ അതും പിടിച്ചങ്ങനെ മണിക്കൂറുകളോളം നിൽക്കുന്നത്, അല്ലേ? കുന്നുകളും എല്ലാം കയറണം. അങ്ങനെ ഓരോ കുന്നുകളും മലകളും കയറി ഇറങ്ങി പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ജോലികൾക്കും അപ്പുറത്തേക്ക് ഒരു രാജ്യത്തിലെ മുഴുവൻ കോടിക്കണക്കിന് വരുന്ന ജനതയുടെ ജീവനും സ്വത്തിനും വേണ്ടി കാവൽ നിൽക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിച്ചു പോകുന്ന ഏറ്റവും വലിയ ജോലി ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത് പട്ടാളക്കാരല്ലേ? പറയൂ ചേച്ചി എന്തെങ്കിലും ഒരു ദിവസം ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ആളുകളുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തം ജീവൻ തന്നെ കൊടുക്കാനായിട്ട്
തയ്യാറായി നിൽക്കുന്ന ഈ ഒരു വിഭാഗമല്ലേ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ടത്, ആദരിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ അറിയപ്പെടേണ്ടത്? തീർച്ചയായിട്ടും അതാണ്. അവർ ചെയ്യുന്നത് പോലുള്ള ഒരു കാര്യം മറ്റാരും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ദയവ് ചെയ്ത് അവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കുറേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വ്യൂസ് കൂട്ടി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ഇഷ്ടം പോലെ ഫുഡും വാങ്ങിച്ച് സന്തോഷത്തോടു കൂടി കുടുംബത്തോടു കൂടി ഇരുന്നിട്ട് ഒന്നും നേടാനില്ല. അപ്പം എന്താ അങ്ങനെയുള്ള 2 പേരെ പിടിച്ചിട്ടുണ്ട്, ഒരു സ്ത്രീയെ ഒരു പുരുഷനെയും ജയിലാക്കണം. അങ്ങനെ വേണമല്ലോ. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ നാടിനെതിരെ ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവർക്ക് ഈ നാട്ടിൽ എന്ത് പ്രാധാന്യം? ഒരു പ്രാധാന്യമില്ല. സ്വന്തം അമ്മയ്ക്കെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക അല്ലേ? നമ്മുടെ അമ്മ നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി വലുതാക്കിയ അമ്മയെ കൊല്ലാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മകൻ അല്ലെങ്കിൽ മക്കളെന്ന് പറയുമ്പം പിന്നെ എന്തിനാണ് അമ്മയ്ക്ക് ആ മക്കൾ അല്ലേ? അതിലും നല്ലത് ആ മക്കളെ ഇല്ലാണ്ടാക്കുന്നത് തന്നെയല്ലേ? അങ്ങനെ ഒരു മക്കളും ഈ ഇന്ത്യയിൽ വേണ്ട. അവർക്ക് മറ്റെവിടേക്കെങ്കിലും പോകണമെങ്കിൽ പൊയ്ക്കോളൂ, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. ദിവസവും കുറച്ച് നേരമെങ്കിലും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം കുറച്ച് നേരം നമ്മുടെ സ്വന്തം പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ പട്ടാളം എന്ന് പറയുമ്പോൾ എല്ലാ സൈനിക വിഭാഗത്തെയും കൂടെ ചേർത്ത് ഞാൻ പറയുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിനും ഓരോരോ പേരുകളുണ്ട്, അത് അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ആ പ്രാർത്ഥന ഉണ്ടാവണം. നമ്മളൊരിക്കലും അനാവശ്യമായി അങ്ങോട്ട് ചെന്നതല്ല, നമ്മൾക്കെതിരെ ഇങ്ങോട്ട് വന്നിട്ടാണ് നമ്മൾ തിരിച്ചടിക്കേണ്ട ഒരു കാര്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തി ഞാൻ ആരുടെയും പേര് പറയില്ല, ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇങ്ങോട്ടൊരിത് വന്നപ്പോഴാണ് നമ്മൾ ശരിയായ മാർഗത്തിലൂടെയാണ് ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്, അതിലൊരു തെറ്റും ഇന്ത്യയുടെ ഭാഗത്ത് ഇല്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേയധികം രാജ്യങ്ങളുടെ പിന്തുണ നമുക്ക് കിട്ടും. പിന്നെ ആഹാര സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കുക. അപ്പം 2 മാസത്തെ റേഷൻ ഒന്നിച്ച് വേണോ തരാൻ തയ്യാറാണെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 3 മാസത്തേക്കുള്ളത് തന്നെ അവർക്ക് നല്ല രീതിയിൽ അവർ എല്ലാം സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. നമ്മളെപ്പോഴും കരുതിയിരിക്കുക. കാരണം നമുക്കറിയാം, അപ്പോൾ ഈ കാശ്മീരിൽ തന്നെ തീവ്രവാദികളെ സഹായിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് പലതും അവിടെ നടത്തുന്നത്. അവർക്ക് പണമാണ് ലക്ഷ്യം. ഇതേപോലെ തന്നെ നമ്മൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പല ഭാഗത്തും ഇത്തരത്തിൽ ചാരപ്രവർത്തികൾ ചെയ്യുന്നവർ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും അറിയിക്കേണ്ടവരെ അറിയിക്കണം. പിന്നെ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം നടക്കുമ്പോൾ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാനും പാടില്ല. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുപാട് കാര്യങ്ങളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൂട്ടത്തിൽ ഇങ്ങനെ നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അവരെ നിരുത്സാഹപ്പെടുത്തരുത്. കാരണം അവരിലും ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ നൽകുന്ന വീഡിയോസ് ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടുള്ളൊരു വിഷമത്തിന് ഇടയാക്കും. അത് അവരുടെ ജോലിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ആരെയും വേദനിപ്പിക്കാതെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് മാത്രം ദയവ് ചെയ്ത് എല്ലാവരും ചെയ്യുക. അവരാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തിയും പിൻബലവും. അവരില്ലെങ്കിൽ നമ്മളില്ല. നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ മാതാവാണ്. ആ മാതാവിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, പ്രയത്നിക്കണം. അതിനെതിരായി വരുന്ന ദുഷ്ടശക്തികളെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാലേ നമുക്ക് ഇനി അങ്ങോട്ട് സമാധാനമായിട്ട്
ജീവിക്കാനും പറ്റുള്ളൂ. ഓക്കെ.